التصديق بما علم به مجيئه صلى الله عليه وسلم بالضرورة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഈ ഭാര്യയെ തന്റെ കുറ്റക്കുടിലാക്കി പോവുകയും വിശ്വസിക്കലും അവിടുത്തെ മനസ്സുകൊണ്ട് സ്വീകരിക്കലുമാണ്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അത് മാത്രമാണ്, അതിൽ പെട്ടു എല്ലാം. ഈ തത്വം മനസ്സിലാക്കിയത് കൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ മുഴുവനും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മനസ്സ് തിരിക്കുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയം വെച്ച ഏറ്റവും വലിയ മഹദിയ സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ, അജ്മീർ ഖാജ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ഇത്രയും വലിയ പദവി ലഭിക്കാനുള്ള കാരണം റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചതാ. വെറുതെ അങ്ങ് ഒരു സുപ്രഭാതത്തിൽ വലിയ പദവിയിലേക്ക് എത്തിയതല്ല. ഒരുപാട് അധ്വാനിച്ച് ട്രൈ ചെയ്ത് അവസാനം കിട്ടിയ പദവിയാണിത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ തലയിൽ താജൽ വിലായ, വിലായത്തിന്റെ പദവി വെച്ചിരിക്കുന്നു, സ്ഥാപിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് അധ്വാനിച്ചതിന് ശേഷം ലഭിച്ചതാ മഹദിയായ സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. അവിടുന്ന് വലിയ മഹത്വമുള്ള പദവിയുള്ള ഒരു മഹദിയ, വലിയ മഹത്വം നൽകപ്പെട്ട പദവി നൽകപ്പെട്ട മഹദിയാണ് സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മനസ്സ് തിരിച്ച് റസൂലുള്ളാഹിനെ എത്രയധികം സ്നേഹിച്ചെന്നറിയോ എന്റെ ഉമ്മമാരെ. ഔലിയാക്കളിൽ പ്രമുഖരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഥമ ഭാര്യയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച പെണ്ണ. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ജബലുന്നൂർ പർവ്വതത്തിലോ ഹിറാ ഗുഹയിലേക്ക് നമ്മൾ ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ, അതിൽ കയറാൻ ശ്രമിക്കുമ്പോ എത്ര വിഷമങ്ങളാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വഴിയുടെ സംവിധാനമുണ്ട്, വെളിച്ചമുണ്ട്, സൗകര്യങ്ങളെമ്പാടുമുണ്ട്. എന്നിട്ട് പോലും ഹിറാ ഗുഹയിലേക്കൊന്ന് കയറാൻ ചെറുപ്പക്കാര് വരെ പ്രയാസപ്പെടുന്നു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെ സിറ്റുവേഷൻ എന്താ മക്കളെ? ആ ഹിറാ ഗുഹയിലേക്ക് കയറാൻ പ്രത്യേക വഴിയില്ല, വെളിച്ചമില്ല. ഒരു കാലങ്ങെടുത്ത് വെക്കുമ്പോ ഒരു പാറക്കഷ്ണത്തിലായി പോയാൽ കാല് മുറിഞ്ഞു പോകുന്ന മൂർച്ചയുള്ള പാറക്കല്ലുകൾ തിങ്ങി നിറഞ്ഞ ആ വഴിയിലൂടെ, അല്ലെങ്കിൽ ആ അവസ്ഥ നിലനിൽക്കുന്ന പ്രദേശത്തുകൂടെ ഓരോ ദിവസവും 2 പ്രാവശ്യം സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അവിടുന്ന് വഹയും പ്രതീക്ഷിച്ചിരിക്കുമ്പോ, വഹയുമായി ബന്ധപ്പെട്ട് ഹിറാ ഗുഹയിൽ കഴിയുമ്പോ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ 2 പ്രാവശ്യം ഓരോ ദിവസത്തിലോ ഭക്ഷണവുമായി അങ്ങോട്ട് ചെല്ലുന്നു. നബിയുടെ പ്രഥമ ഭാര്യ ഖദീജത്തുൽ കുബ്ര, പുണ്യ നബിയുടെ സ്നേഹിതയായ ആയിഷത്തു തുഹറ, റസൂലുള്ളാഹിന്റെ പ്രഥമ ഭാര്യയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ നബി തങ്ങൾക്ക് മനസ്സ് കൊടുത്തു. ഈ
വഹി ആദ്യമായി അങ്ങ് ലഭിച്ചപ്പോ അതിന്റെ ഉത്തരവാദിത്വത്തിൽ പേടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ഓടി അങ്ങ് വന്നപ്പോ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ഖദീജ ബീവി നിരുത്സാഹപ്പെടുത്തിയില്ല. റസൂലുള്ളാഹിക്ക് എനർജി കൊടുക്കുകയാ. യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഒരുപാട് ക്വാളിറ്റികൾ പറയാ. ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അങ്ങ് പരാജയപ്പെടൂല എന്ന് പറഞ്ഞിട്ട് ഒരു ക്വാളിറ്റി അതിൽ പറഞ്ഞത് കണ്ടോ? വതസ്ദുഖുൽ ഹദീസ്, നബിയേ അങ്ങ് സത്യം മാത്രം പറയുന്ന നേതാവല്ലേ. സത്യം മാത്രമേ പറയാവൂ മക്കളെ, നാവ് കൊണ്ട് സത്യം മാത്രമേ പറയാവൂ. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ സുന്ദരമായ ആശയം. അങ്ങനെ ഖദീജ ബീവിയുമായി വലിയ അറ്റാച്ച്മെന്റിൽ ജീവിക്കുമ്പോ നിങ്ങൾ കണ്ടോ, റസൂലുള്ളാഹിക്ക് മനസ്സ് കൊടുത്തപ്പോ ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷം, മക്കയുടെ ഫതഹ് ലഭിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കയിലേക്ക് തിരിച്ചു വരികയാ. കഅബയുടെ സമീപത്തങ്ങ് ചെന്ന് നിൽക്കുമ്പോ അവിടെയുള്ള വിഗ്രഹങ്ങളൊക്കെ എടുത്ത് മാറ്റി കഅബയുടെ സമീപത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് ഉമ്മമാര്, നബി തങ്ങൾ എങ്ങോട്ടാ നോക്കുന്നത്? കഅബയുടെ സമീപത്ത് നിൽക്കുമ്പോ ഔലിയാക്കൾക്ക് അവരുടെ പദവി നേടിക്കൊടുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കഅബയുടെ സമീപത്ത് നിന്നുകൊണ്ട് നോക്കുന്നത് ജന്നത്തുൽ മുഅല്ലയിലേക്കാ. കാരണം അവിടെയാ റസൂലുള്ളാഹിന്റെ പ്രഥമ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹാ, അവിടുത്തെ ഖബർ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ജന്നത്തുൽ മുഅല്ലയിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിതുമ്പുകയാണ്. ഖദീജ മോളെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയാ, മോളെ ഖദീജ, ഇന്നിപ്പോൾ ഇവിടെ ഇസ്ലാം വിജയിച്ചിരിക്കുന്നു. ഇസ്ലാം വളർന്ന് പന്തലിക്കുന്നതിന്റെ മുമ്പ് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത സമയത്ത്, എന്നെ തള്ളിപ്പറഞ്ഞ സമയത്ത് എനിക്ക് പിന്തുണ നൽകിയ പൊന്നുമോളല്ലേ നീ, എനിക്ക് പിന്തുണ നൽകിയ പെണ്ണല്ലേ നീ. ഇപ്പോൾ ഇതാ ഈ കഅബയുടെ അധികാരം പോലും പരിശുദ്ധ ഇസ്ലാമിന് ലഭിച്ചിരിക്കുന്നു ഖദീജ. ഈ സന്തോഷം കാണാൻ എന്റെ ഖദീജ ഇല്ലാതെ ആയിപ്പോയല്ലോ. തീർന്നില്ല മക്കളെ, അല്ലാഹുവിന്റെ റസൂല് മക്കയിലേക്ക് വരുമ്പോ റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് ചോദിക്കുക, യാ റസൂലല്ലാഹ്, നബിയേ മക്കയിൽ താമസിക്കാൻ അങ്ങേക്ക് എവിടെയാ സ്ഥലമൊരുക്കേണ്ടത്? ഇതങ്ങ് ചോദിക്കുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ അവിടുന്ന് സ്വഹാബത്തിനോട് പറയാ, നിങ്ങൾ എനിക്ക് വലിയ സൗകര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. എനിക്ക് നിങ്ങൾ ചെറിയ ഒരു ടെന്റ് കെട്ടിയാൽ മതി, ഒരു സത്രം നിർമ്മിച്ചു തന്നാൽ മതി. അതെവിടെയാ നിർമ്മിക്കേണ്ടത്? ജന്നത്തുൽ മുഅല്ലയിലെ എന്റെ പ്രഥമ ഭാര്യയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബറിന്റെ സമീപത്തോ എനിക്ക് നിങ്ങളൊരു സത്രം നിർമ്മിച്ചു തന്നാൽ മതി. സ്വഹാബത്തിനോട് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ അന്നുള്ള സഹോദരിമാരും സന്നദ്ധരായി അവരുടെ ജീവൻ കൊടുക്കാൻ. ഞാൻ പറയും, ഔലിയാക്കൾ അവര് പ്രമുഖരാണ്. അവരാണ് നമ്മുടെ വസീല, അവരാണ് നമ്മുടെ മീഡിയേറ്റേഴ്സ്. ചിലർ പറയും, എന്തിനാ ഔലിയാക്കൾ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് അല്ലാഹുവിലേക്ക് എന്ന് പറയുന്ന കക്ഷികളുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഔലിയാക്കളെ ഒരാള് നിസാരപ്പെടുത്തിയാൽ, ഹാജാത്തങ്ങളെ ഒരാള് ഇൻസൾട്ട് ആക്കിയാൽ, അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഹാജാത്തങ്ങളെ ഒരാളെ ഇൻസൾട്ട് ആക്കിയാൽ അവന് ലഭിക്കുന്ന പണിഷ്മെന്റ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. അല്ലാഹ് തന്നെ നേരിട്ട് പറയാം ഖുദ്സിയായ ഹദീസിലൂടെ, മൻ ആദാലി വലിയ, എന്റെ ഏതെങ്കിലും ഒരു വലിയനെ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടിച്ച, ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, അവനോട് ഞാൻ ഇതാ യുദ്ധം കൊണ്ട് പ്രഖ്യാപിക്കും. എന്ന് വെച്ചാൽ അല്ലാഹു അവനെ തോൽപ്പിക്കാൻ യുദ്ധം ചെയ്യണം എന്നാണോ? അല്ല, അവനെ പടച്ചവൻ ശിക്ഷിച്ച് നശിപ്പിച്ചു കളയും, ഇതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുമെന്നല്ല. അള്ളാഹു ഒരാളോട് ഇവിടെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. അത് അള്ളാഹുവിന്റെ ഹക്കിൽ തസവ്വുറാകുകയും ഇല്ല. അവനെ അള്ളാഹ് നശിപ്പിച്ചു കളയും. ഈ പ്രഖ്യാപനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരിക്കുന്നു. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പക്ഷേ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം സംശുദ്ധമാണ്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ ഭാഗം പറയും. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ആരാ ഔലിയാക്കൾ? ഇൻ ഔലിയാഉഹു, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ല. ഖുർആനിന്റെ പ്രയോഗം ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ അല്ലാതെയല്ല. എന്ന് വെച്ചാൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ മാത്രമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരാണ് ഔലിയാക്കൾ. അതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. മാത്രമല്ല, അങ്ങനെ ഒരു ഗ്രേഡിലേക്ക് അവരെത്തുമ്പോ അവർക്ക് അല്ലാഹു ധാരാളം പദവികൾ കൊടുക്കും. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹ് തന്നെ നേരിട്ട് പറയാ, ഈ രൂപത്തിൽ ഇങ്ങനെ ജീവിതം നയിച്ച ഈ മേഖലയിൽ ഒരാളെത്തിയാൽ അല്ലാഹുവിന് കൊടുക്കുന്ന പ്രോഫിറ്റ് എന്താ, അവന് കൊടുക്കുന്ന ബെനിഫിറ്റ് എന്താ, അല്ലാഹു തന്നെ നേരിട്ട് പഠിപ്പിക്കുകയാണ്. ഇതാര് നിഷേധിച്ചാലും ഒരിക്കലും ഇല്ലാതെയാകുകയില്ല. കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. അഥവാ നമ്മുടെ ഈ സ്ഥലത്തൊരു വലിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഹാനായ മമ്പുറം തങ്ങൾ, അതുപോലെ ഹാജാ തങ്ങൾ അജ്മീറിൽ ഇരുന്നാൽ തന്നെ അവർക്ക് ലോകമൊട്ടാകെ, ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയും എന്ന് അല്ലാഹ് നേരിട്ട് പറഞ്ഞതാ. കുന്തു ഞാനാകും, അവന്റെ കേൾവി ഞാനാകുമെന്ന് പറഞ്ഞാൽ അവൻ അത്രയും വലിയ കേൾവി ശക്തി ഞാൻ അവന്റെ കേൾവിയിൽ സ്ഥാപിക്കുമെന്ന് അല്ലാഹ് പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ വിളിച്ചാൽ ഹാജാത്തങ്ങൾ കേൾക്കും എന്നതിന് സംശയമില്ല, കേട്ടുത്തരം നൽകും എന്നതിന് സംശയം ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഹാജാത്തങ്ങളുടെ ഉറൂസിൽ ഒരുമിച്ച് കൂടിയവരാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മഹത്തായ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ധാരാളം യുവാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, കാരണവന്മാര്, സഹോദര സഹോദരിമാര്, ഉമ്മമാര്, കുട്ടികള്, എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. ഇവിടെ മതപരമായി പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അവർക്ക് നാഫിആയ ഇൽമ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ പദ്ധതികൾക്ക് മുഴുവനും നേതൃത്വം നൽകുന്ന ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് പടച്ചവന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ നിന്റെ ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ, ഔലിയാക്കളുടെ പിന്തുണ ലഭിച്ച് മരിക്കാൻ ഞങ്ങൾ
ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين بأنواع رحمتك يا أرحم الراحمين. صلاة سلام عليكم السلام عليكم سلام عليكم صلاة سلام الله بك ما جرك المصاعدة قوم الهداية سبك تحت سما دين المرتضى ذل عصام. مرحبا يا مرحبا مرحبا صل على النبي سلم عليه. مرحبا يا مرحبا مرحبا ما جرى مدح اللسان. جهد جفا جود جود حبا بز بز اللوبا قد قد جفا يهلي عود عود إلا يستطيع قولي صار. مرحبا يا مرحبا مرحبا صل على النبي سلم عليه. مرحبا يا مرحبا مرحبا ما جرى مدح اللسان. حميد ربي صلي عدل دامي مقالي وبعمين دعي دعي درا سر كبر جنان. مرحبا يا مرحبا مرحبا صل على النبي سلم عليه. مرحبا يا مرحبا مرحبا ما جرى مدح اللسان. ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ചെല്ലാൻ പറ്റുന്ന ബൈത്തുകളും ദിക്റുകളും ഞങ്ങളോടൊപ്പം ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തി മഹത്തായ റാത്തീബ് ആരംഭിക്കുകയാണ്. ഓരോ അവയവങ്ങളിലേക്കും നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളില്ലേ, ആ തെറ്റുകളിലേക്ക് സഞ്ചരിച്ചു പൊറുക്കാനുള്ളത് മറ്റൊരാൾ എനിക്കില്ല. അല്ലാ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒഴിഞ്ഞിരിക്കുന്ന രാത്രിയിൽ തന്റെ വീടിന്റെ ഉള്ളിലറകളിലേക്ക് കയറി ചെന്നുകൊണ്ട് തന്റെ വീടിന്റെ റൂമിന്റെ ഊറ്റിയിട്ട് കൊണ്ട് നമ്മൾ ആലോചിക്കുക, റബ്ബേ അല്ലാ, എന്റെ ജീവിതത്തിൽ ഞാൻ കടിഞ്ഞു പോയ നിമിഷങ്ങളിൽ എത്രയാ തെറ്റുകൾ ചെയ്തു പോയത്, എത്രയാ പാതകങ്ങൾ കൊണ്ടുവന്നത്, എത്രയാ വേണ്ടാവൃത്തിയിലേക്ക് ചെന്നത്, എത്ര പെണ്ണുങ്ങളെയാ ഞാൻ നോക്കിയത്, എത്ര ആണുങ്ങൾക്കാ എത്ര കാമുകർക്കാ ഞാൻ എന്റെ മെസ്സേജ് വിട്ടത്, എത്ര പേർക്കാ ഞാൻ എന്റെ വേണ്ടാത്തരത്തിന്റെ മെസ്സേജ് കൊടുത്തത്, എത്ര പേരെയാ ഞാൻ ഈത്തിയത്. വേണ്ട മുഅ്മിനേ, വേണ്ട, തെറ്റ് നമുക്ക് വേണ്ട മുഅ്മിനേ. അല്ലാഹ് എന്ന ഒരാൾ നമുക്കുണ്ട്. നാളെ മഹ്ശറ വൻസഭയിലും ഹിസാബും
കഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിനെ വേദനിപ്പിക്കുന്നതിലും അപ്പുറം ഈ ദുനിയാവിന്റെ നാവ് കൊണ്ട് പറയുന്നതിലും അപ്പുറമുള്ള ഏറ്റവും വലിയൊരു ശിക്ഷ നമുക്ക് വരാനുണ്ട് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണേ മുഅ്മിനേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താ മുഅ്മിനീങ്ങളെ ചിന്തിക്കാത്തത്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയുന്നവന് ചിലപ്പോൾ കൂടുതൽ ഇൽമുണ്ടായിരുന്നു വരില്ല. ഉള്ളത് വെച്ച് പറയുമ്പോൾ ഇഖ്ലാസോടുകൂടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ജീവിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നാഫിയ ഇൽമ നൽകട്ടെ. അല്ലാഹു നമുക്ക് വറവും താഴ്മയും ബഹുമാനമൊക്കെ അല്ലാഹു നൽകട്ടെ. മുതിർന്നവരെ ബഹുമാനിക്കാനും താഴ്ന്നവരൊക്കെ കണ്ണിൽ കാണാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിലായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ ജീവിതത്തിൽ ഇഖ്ലാസോടുകൂടെ നടക്കാനെന്ന മനസ്സോടുകൂടെ ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ വാദി ബദറിലേക്ക് കടന്നു വന്നവരെ ഖൗഫുല്ലാഹി സുബ്ഹാനഹു വ തആല അർറജാഉ മിനല്ലാഹ്, അല്ലാഹുവിനെ ഭയക്കലോടുകൂടെ അല്ലാഹനെ ഭയന്നുകൊണ്ട് ജീവിക്കുമ്പോ എനിക്ക് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്നൊരു ആഗ്രഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നടക്കണേ. ഞാൻ കുറെ ഇബാദത്ത് ചെയ്യണം, എനിക്കൊന്നും കിട്ടൂല, ആ ഒരു ചിന്തയിൽ നമ്മൾ നിൽക്കരുത്. എനിക്ക് അല്ലാഹു തരും എന്ന ബോധത്തോടുകൂടെ നമ്മൾ നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തരക്കിൽ ഐസിവ ഖുനൂത്ത്, നിരാശയും പ്രതീക്ഷയും നമ്മൾ ഉപേക്ഷിക്കണം. പ്രതീക്ഷ നമ്മുടെ ഹൃദയത്തിൽ വേണം. ഞാനിവിടെ നന്മ ചെയ്താ അല്ലാഹുവിൽ നിന്ന് എനിക്കൊരു പ്രതിഫലം ലഭിക്കും, ഞാൻ തെറ്റ് ചെയ്താ അതെനിക്ക് ലഭിക്കുന്നതാ. അതല്ലാതെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പോലെ നരകമെന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തിനാ നരകത്തിനെ പറഞ്ഞു തന്നത്? നമ്മുടെ ഹൃദയത്തിലേക്ക് പേടിയുണ്ടാവാനല്ലേ നരകത്തെ പറഞ്ഞു തന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, നരകം എന്തിനാ പറഞ്ഞു തന്നത്? മനുഷ്യനിക്കൊരു താക്കീതെന്ന നിലയിൽ നീ ഇവിടെ തെറ്റ് ചെയ്ത് നടന്നാൽ, നീ ഇവിടെ തമ്മാടിത്തരം ചെയ്ത് നടന്നാൽ, നാളെ നിനക്ക് തരാനിരിക്കുന്ന അഭയകേന്ദ്രം അത് നരകമാണ്. അത് നിനക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിലും അപ്പുറമുള്ള ഏറ്റവും വേദനിക്കുന്നൊരു സംഗമമാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നദീറൻ ലിൽ ബശർ ലിമൻ ശാഅ മിൻകും എന്റെ മുഅ്മിനീങ്ങളെ, വേണമെങ്കിൽ ഈ നരകം നിങ്ങൾക്ക് പേടിപ്പിച്ച് ഭയാനകമായി നിനക്ക് പറഞ്ഞു തന്നല്ലോ. ഇനി അല്ലാഹു പറയുകയാണ്, നിനക്ക് വേണമെങ്കിൽ നന്മയാർന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് മുന്നോട്ട് ഗമിക്കാം. അതല്ല തെറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ നിനക്ക് ജീവിക്കാം. അങ്ങനെ തെറ്റും തമ്മാടിത്തരവും ചെയ്ത് നീ ജീവിക്കുകയാണെങ്കിൽ നിന്റെ മുന്നിലേക്ക് നരകം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വരാനുണ്ട്. എന്നാൽ ആ നരകത്തിലേക്ക് കടക്കാത്ത ഒരു വിഭാഗം അല്ലാഹുവിന്റെ ആളുകളുണ്ട്. അതാരാണെന്നോ? ഇല്ലാ അസ്ഹാബൽ യമീൻ. സാലിഹായ കർമ്മങ്ങൾ ചെയ്ത് ഇഖ്ലാസോടുകൂടെ വറഓടുകൂടെ ജീവിച്ച് അല്ലാഹ് എന്ന ചിന്തയോടുകൂടെ ജീവിച്ചവരാ. എന്റെ മുഅ്മിനെ വിശദീകരിക്കുന്നില്ല. ഇല്ലാ അസ്ഹാബൽ യമീൻ. അവർ വലതുപക്ഷക്കാരായ ആളുകളാണ്. ആ വിജയികൾ വലതുപക്ഷക്കാരായ ആളുകളാ. അവരെവിടെയാ? ഫീ ജന്നാതിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാലക്കും ഫീ സഖർ മാലക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമുൽ മിസ്കീൻ വകുന്നാ നഹൂദു മഅൽ ഖായിലീൻ. അവർ പറയുമത്രേ ആര്? ആ സ്വർഗ്ഗക്കാരായ ആളുകൾ പറയുമത്രേ. ആരോട്? നരകത്തിൽ കടന്ന് കത്തിയാളുന്ന നരകത്തിൽ കടന്നുകൊണ്ട് പഠിച്ച് നരകിച്ച് ജീവിക്കുന്നവരോട്, ആ നരകക്കാരായ ആളുകളോട് സ്വർഗ്ഗക്കാര് ചോദിക്കുമത്രേ, നിങ്ങൾ എങ്ങനെയാ നരകത്തിൽ കടക്കാൻ കാരണം? അവര് പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലല്ലായിരുന്നു. ഞങ്ങൾ ദിക്റിന്റെ മജ്ലിസ് കണ്ട, ഞങ്ങൾ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ പ്രബോധ കണ്ട, ഞങ്ങൾ തിരിഞ്ഞു നോക്കാത്തവരാ, ഞങ്ങൾ നിസ്കരിക്കാത്തവരുടെ കൂടെയായിരുന്നു.
ഞങ്ങൾ പാവങ്ങളെ കണ്ണിൽ കാണാത്തവരാ. കാലൂ വലം നകുനു തുഇമിൽ മിസ്കീൻ, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു. ഇനെ പറയും തമ്മാടിത്തരം ജീവിതത്തിൽ പകർത്തി ആ നടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളും നടക്കുന്നവരായിരുന്നു. അല്ലാഹുവേ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ 4 കാര്യങ്ങൾ ഉണ്ടാവണം. മഹാനവറുകൾ പറയുകയാ, തന്റെ 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലാതെയാവണം, അല്ലെങ്കിൽ അവനെ പരാജയായിട്ടാ പോവുകയാ. എങ്ങനെയാ പരാജയാവുക? ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം അങ്ങ് കടുത്തു പോകലാ. വയൽ കേട്ടാ അവനിക്ക് യേശൂല, നല്ല കാര്യം പറഞ്ഞ അവന്റെ ഹൃദയത്തിലേക്ക് കയറില്ല. നന്മയാർന്ന് സഞ്ചരിക്കുന്ന പാത കണ്ട അവന് സഞ്ചരിക്കൂല. ഇഖ്ലാസോടുകൂടെ നടക്കേണ്ട രൂപം കണ്ട നടക്കൂല. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ സഞ്ചരിക്കേണ്ടതാരെയാ? നമ്മുടെ ആലിമീങ്ങളെയും നമ്മുടെ സദാത്യങ്ങളെയും അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്തായ ഉസ്താദുമാരെയല്ലേ, അവരെ പിന്നാലെയല്ലേ നമ്മൾ നടക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹ് എന്ന ചിന്ത വരണമെങ്കിൽ ആദ്യമായി നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. ആ നാവിനെ കാത്ത് സൂക്ഷിച്ചാൽ മുത്തുനബിക്ക് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നാളെ ഞാൻ നിനക്ക് സ്വർഗം തരാം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആഇന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, നിങ്ങൾ വരുന്നോ ചാരേ? മുത്തിൻ ഹബീബോരെ സവീദത്തിൽ അലിഞ്ഞു ചേരാ, അലിഞ്ഞു ചേരാ. മനസ്സിലെ മുറാദുകൾ സഫലമാം നിറഞ്ഞിടും, ഹൃദയത്തിൻ വ്യതയെല്ലാം മറനീങ്ങിടും. ഇന്ന് ഹബീബായ നബിയോരിൽ സമർപ്പിച്ചിടാ, സമർപ്പിച്ചിടാ. കനിവായ ഹബീബോരെ മനതാരിലോർക്കുമ്പോൾ തെളിനീരിന്നുറവയായി ഹൃദയം മാറും. ഇന്ന് കൽബെല്ലാം മദീനയിൽ അലിഞ്ഞു ചേരും, അലിഞ്ഞു ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മദീനയിൽ അന്തിയുറങ്ങുന്ന മഹാനായ മുത്തുനബിയുടെ റൗള ശരീഫ് സന്ദർശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദുആ അഖൂക്കും ബിൽ ഇസ്ലാം PH ഇബ്രാഹിം അൻവരി നെല്ലിപ്പറമ്പ്. അസ്സലാമു അലൈക്കും. റാത്തീബ് തുടങ്ങുകയാണ്. നല്ല ഇഖ്ലാസോടെ ഇരിക്കുക. 100 കണക്കിന് അനുഭവമാണ് നമ്മുടെ റാത്തീബ്. ഏത് പ്രശ്നത്തിനും നമ്മളെ റാത്തീബ് പരിഹാരമാണ്. അനുഭവിച്ച് അറിഞ്ഞവരാണ് നമ്മളെ സദസ്സിലുള്ളവർ മിക്കവരും. അപ്പം നല്ല നെയ്യത്തോടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നെയ്യത്ത് ചെയ്ത്, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണമെന്നല്ല നെയ്യത്തോടെ ഇരിക്കുക. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊക്കെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ഒരുപാട് ആവശ്യങ്ങളും ലക്ഷ്യങ്ങളുമായി നമ്മെ സമീപിച്ചിട്ടുണ്ട്. പല നിലക്കും ഭക്ഷണവും മാംസവും അതുപോലെ ചിരട്ടയും ചകിരിയും വിറകും വാഹനവും അതിനുവേണ്ടി ഊണും ഉറക്കവും കൂടാതെ ഓടിപ്പാഞ്ഞ് നടന്ന യുവാക്കൾ മാസങ്ങളോളമായി ഇത് തീരുമാനിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും ഇനിയെന്ത് എപ്പോഴും ഉസ്താദെ അത് വേണ്ടേ ഇത് വേണ്ടേ എന്ന് ചോദിച്ച് ഒപ്പം നിന്നുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെ പേരും അഡ്രസ്സും ആവശ്യവും അറിയുന്ന യജമാനായ റബ്ബ്, മാസം തോറും മുടങ്ങാതെ ഈ റാത്തീബിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ
എല്ലാവരുടെയും എല്ലാവിധ ദുന്യവിയും ഉഖ്റയുമായ പ്രശ്നങ്ങൾക്ക് ഖൈറായ പരിഹാരം അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ. ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ കാര്യങ്ങൾക്കൊക്കെ ഈ ഖൈറായൊരു പരിഹാരവും ഖൈറായ ഒരു സലാമത്തും അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ. നമ്മൾ ഏത് കാര്യത്തിലാണോ വിഷമിക്കുന്ന ആ വിഷമത്തിനൊരു പരിഹാരം തീർച്ചയായും കിട്ടും, കിട്ടിയിട്ടുമുണ്ട്. നല്ല നെയ്യത്തോടെ ഇരിക്കുക. റാത്തീബ് തുടങ്ങുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. لا إله إلا الله مخلصين له الدين ولو كره الكافرون. محمد رسول الله الصادق الوعد الأمين لوجه الله الكريم المعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك الحمد لله رب نعبد العالمين الرحمن الرحيم مالك يوم الدين. المستقيم. إلى الله أمير المؤمنين علي بن أبي طالب كرم الله وجهه وإلى حضرة سيدنا وصلتنا إلى الله عبد الله الحسين الشهيد بكربلاء رضي الله عنه وإلى حضرة سيدنا وصلتنا الله زين العابدين رضي الله عنه وإلى حضرة سيدنا وصلتنا الله محمد باقر رضي الله عنه وإلى حضرة سيدنا وصلتنا إلى الله جعفر الصادق رضي الله عنه وإلى حضرة سيدنا شيخنا سلطان العارفين أبي يزيد البسطامي رضي الله عنه سيدنا شيخنا محمد المغربي الشطاري رضي الله عنه وإلى حضرة الشيخ العرابي زيد الشقي الشطاري رضي الله عنه وإلى حضرة سيدنا شيخ أبي المظفر مولانا الترسوسي رضي الله عنه وإلى حضرة الشيخ أبي الحسن يوسف الخرقاني الشطاري رضي الله عنه وإلى حضرة الشيخ هذاك ما وراء النهراني الشطاري رضي الله عنه وإلى حضرة الشيخ محمد عاشقي الشطاري رضي الله عنه وإلى حضرة الشيخ محمد عارف الصمداني الشطاري رضي الله عنه وإلى حضرة الشيخ عبد الله الشطاري رضي الله عنه وإلى حضرة الشيخ غازي الشطاري رضي الله عنه وإلى حضرة السيد أبي الفتح ذات الله الصوفي رضي الله عنه وإلى حضرة السيد الشيخ أتاي الرسول خاج الأجمير الجسي رضي الله عنهم وانفعنا بهم في الدارين آمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നമ്മൾ ഓരോരുത്തരെ കൂട്ടത്തുനിന്നും കുടുംബത്തുനിന്നും നാട്ടിൽ വീട്ടിൽ മഹല്ലത്തുനിന്നും മരണപ്പെട്ടു പോയ സർവ്വ മോമിനിയങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവർക്ക് ആഖിർ അള്ളാഹു വെളിച്ചമാക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും ഖബറിൽ വെച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമം അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. തൈത്താമ്പറമ്പിൽ ഇണ്ണിയുടെ അതുപോലെ കുട്ടിയാജീൻ്റെ ഒക്കെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. 7 ആ ഉമ്മയുടെ ഖബർ ചെയ്ത് അള്ളാഹു സ്വർഗമാക്കട്ടെ. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വെള്ളം തന്നവരാണ്, ഭക്ഷണം തന്നവരാണ്. അങ്ങനെ പല നാടുകളിലും വെള്ളവും ഭക്ഷണവും തന്ന ആത്മാർത്ഥമായി ഉസ്താദ് എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചവർ ആത്മാർത്ഥമായി സ്നേഹിച്ച പലരുമുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അരി ഇന്നത്തെ ഭക്ഷണത്തിലേക്കുള്ള അരിയൊക്കെ ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കൾ തന്നിട്ടുണ്ട്. ആ മക്കൾക്കും കുടുംബത്തിനും അള്ളാഹു സമാധാനത്തിന് പ്രദാനം ചെയ്യട്ടെ. ആ ഉമ്മയുടെ പരലോക ജീവിതം അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു ഇനിയുള്ളവർക്കൊക്കെ അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസിനെയും ആയുരാരോഗ്യത്തിനെയും ഹിമ്മത്തിനെയും ഹിദായത്തിനെയും ബറക്കത്തിനെയും സലാമത്തിനെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഉറൂസിൻ്റെ എല്ലാ വർഷവും ചെയർമാനായി എല്ലാ നിലക്കും മുന്നിലും പിന്നിലും ഓടി നടക്കുന്ന റാഫിൻ്റെ വല്യമ്മയും കൂടിയാണ്. അപ്പോൾ അവനക്കും ഞമ്മക്കും സമത് അതുപോലെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഉറൂസിന് പങ്കെടുക്കാൻ വേണ്ടി ലീവ് അടിച്ച് പോകുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹുവെ എന്താണ് നല്ല ഉദ്ദേശം നീ അറിയുന്നവനാണ്. ഇവിടെ കൂടിയവരൊക്കെ വരവാട്, പാലക്കാട്, മലമ്പുഴ മുതൽ അതുപോലെ വയനാട് ജില്ലകളിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തുനിന്ന് വരെ നമ്മുടെ ഈ റാത്തീബിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഓരോരുത്തരുടെയും പേരും അഡ്രസ്സും ായ അല്ലാഹ് ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് എല്ലാവിധ ഖൈറും ബറക്കത്തും ഇസ്സത്തും സലാമത്തും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റബ്ബേ. ഈ പറയപ്പെട്ട മഹാന്മാരുടെയൊക്കെ ദറജനെ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ലോകം പടച്ച അന്ന് മുതൽ ഇന്ന് വരെയും മരണപ്പെട്ടുപോയ ജീവിച്ചിരിക്കുന്ന വഫാത്തായ സർവ്വ മഹാന്മാരുടെ ദറജനെ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെയൊക്കെ കണ്ണ് തുറന്നുള്ള നോട്ടം ഞങ്ങളിലും ഞങ്ങളുടെ വീടുകളിലും കുടുംബത്തിലും ഈ മജ്ലിസിലും നൽകണേ റബ്ബേ. ഇവിടെ കൂടിയ ആരെ
ആരെയും വെറും കൈയോടെ മടക്കരുതേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ ഫളീഹത്തിലാക്കല്ല റബ്ബേ, ദില്ലത്തിലാക്കല്ല റബ്ബേ, ലീഖിലാക്കല്ല റബ്ബേ, ഇടങ്ങേറിലാക്കല്ല റബ്ബേ. താങ്ങാൻ കഴിയാത്ത തന്ന് പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങളുടെ ഈ കൂടലും പിരിയലും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, 1 രൂപ മുതൽ 10,000 50,000 വരെയൊക്കെ തന്നവരുടെ ഒക്കെ പേരും അഡ്രസ്സും ആവശ്യവും ലക്ഷ്യവും അറിയുന്നവൻ നീയാണ് റബ്ബേ. ഇവിടെ ശാരീരികമായും മാനസികമായും പല നിലയ്ക്ക് ഈ മജ്ലിസിനോട് സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഖാജാന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് ഇറങ്ങിയവരാണ്. ആരെയും വെറുതെ ആക്കരുത് റബ്ബേ. ഞങ്ങൾക്കും അവർക്കും വേണ്ടതൊക്കെയും വാരിക്കോരി നിറച്ച് സന്തോഷത്തോടെ റാഹത്തോടെ ഞങ്ങളുടെ വീടുകളിൽ എത്തിപ്പെടാൻ ഭാഗ്യം നൽകണം റഹ്മാന്. ഇതിലേറെ റാഹത്തോടെ അടുത്ത വർഷം ഖാജാ തങ്ങളെ ഉറൂസ് അതിവിപുലമായി പാവങ്ങളുടെയും അനാഥകളുടെയും യതീമുകളുടെയും വിധവകളുടെയും അതുപോലെ കുടുങ്ങിയവരുടെയും ഒക്കെ ഒരു അഭയകേന്ദ്രമായി എല്ലാവർക്കും ഒരു താങ്ങും തണലുമാകാൻ ഈ മജ്ലിസിനെ നീ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാർ ആഴ്ചകളിൽ ക്ലാസ്സിന് വരുന്ന ഉമ്മമാർ ഖത്തും ഓതിയിട്ടുണ്ട്. എത്രയോ 10-25ഓളം ഖത്തും ഖാജാ തങ്ങളെ പേര് ഓതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നാളത്തെ മൗലിദിൽ ഖത്തും ദുആയും ഉണ്ടാവും. അതുവരെ ഒരുപാട് കോടിക്കണക്കിന് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹു അല്ലാഹു ഓതിയ ഉമ്മമാരും നാട്ടുകാരും ഉണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങൾ അജ്മീറിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അവിടുന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് അള്ളാഹുവിൻ്റെ ആൾക്കാരാവാൻ വേണ്ടി വന്നവരാണ്. ഇത് നമുക്ക് ആഖിറം രക്ഷപ്പെടാനുള്ളൊരു മജ്ലിസാണ്. ആഖിറത്തിൽ നമ്മൾ ഖബറിലൊന്നും ഒറ്റപ്പെടാതെ രക്ഷപ്പെടണം. ആഖിറത്തേക്ക് എത്തോളം മാനമായിട്ട് ഒരാളും പിന്നെ തലകുനിക്കാതെ കൈയിട്ടാതെ പായിൻ്റെ തലക്കെ കടന്ന് ദുരിതപ്പെടാതെ മാനമായും ജീവിച്ചു മരിക്കണം. അതേ ഉള്ളൂ നമുക്ക് ആവശ്യം. അത്രയല്ലേ ആവശ്യമുള്ളൂ, ഇത്ര തന്നെ ഉള്ളൂ. നമ്മളെ കാര്യത്തിന് ആൾ കജ്ജി കിട്ടരുത്. പായിൻ്റെ തലക്ക് കടന്ന് തൂറുപ്പാത്തി കാഷ്ടമൂത്രവും മറ്റുള്ള കൊണ്ട് മാറ്റുന്നൊരവസ്ഥ വരാതെ മാനമായിട്ട് ആഫിയത്തോടെ ജീവിച്ച മാനമായി മരിക്കുക. മാനമായി മരിച്ചോളം കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക. അള്ളാഹു ഈ പറയപ്പെട്ട മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നമുക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد من شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نعوذ بنورك وقدسك وعظم طهارتك وبركاتك وجلالك من كل آفات وآحات وفتنة وبوس ومهنة وهلكة وغصة وزلزلة وعداء وضالة وشدة وغلة وعلة وفاقة ووباء وإغماء وفحشاء وشيطان وسلطان وجنون وطاعون وجدري وقدر وهرم وشوم وسقام وجدام وبرس وعجس ودين وعين وجبن وحزن وغرق وإحراق وفلق وسرقة وقحط وفرط وجدب وعيب ومكر وفقر ووعر وجور ودود وظلم وخصد وخصم وحسد وأكيد وآذاء بحرمة هؤلاء الشرفاء المذكورين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. بسم الله الرحمن الرحيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ولو أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. صلوات الكريم سهرا وعلا ألف ألف على الرسول المعلم. أيها الحضار توبوا من ذنوبي مع إيقان لدنو من
باب مولى بحضور قلب خشوع وذلة وافتقار إليه عمن تولى فاستغفر الله استغفار ذلا مقلعا بالذنوب مما سوى الله صلوات الكريم شحرا وحولا ألف ألف على الرسول المعلى استغفر الله من نسبة الله شيئا سوى الله وهو من الله من نسبة الله شيئا سوى الله وهو من الله استغفر الله من نسبة الله شيئا سوى الله وهو من الله استغفر الله من نسبة الله شيئا سوى الله وهو من الله استغفر الله من نسبة الله شيئا سوى الله وهو من الله استغفر الله من نسبة الله شيئا سوى الله وهو من الله استغفر الله من نسبة الله شيئا سوى الله وهو من الله استغفر الله من نسبة الله شيئا سوى الله وهو من الله استغفر الله من نسبة الله شيئا سوى الله وهو من الله استغفر الله من نسبة الله شيئا سوى الله وهو من الله استغفر الله من نسبة الله شيئا سوى الله وهو من الله 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 ارحم عبد القادر ناهوري الله 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 ارحم عبد القادر ناهوري الله 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 ارحم عبد القادر ناهوري يا شيخنا يا كتب الأولياء يا قادر لي يا سيدي يا مرحوم عبد القادر ناهوري الله 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 ارحم عبد القادر ناهوري يا ولي الكرمين يا عفيف العاسمين يا سيدي يا مرحوم عبد القادر ناهوري الله 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 ارحم عبد القادر ناهوري يا قطب الأقطاب فردا يا باز القاطبين يا سيدي يا مرحوم عبد القادر ناهوري الله 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 ارحم عبد القادر